മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കരിമീൻ വറുത്താലോ? ആദ്യം അത് വെട്ടി നന്നാക്കി എടുക്കുക. അതിൻ്റെ ആ പുറത്തെ കറുപ്പും ഉളുമ്പും ഒക്കെ പോകാൻ ആദ്യം വെട്ടിയ ശേഷം എന്താ വാളംപുളി കണ്ടോ, അത് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ആ പുറത്തെ ആ കറുത്ത ഇതെല്ലാം പോകും. ഞാൻ 2021 ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യുന്നത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ എന്നിട്ടത് ഇങ്ങനെ വടിച്ച് എടുക്കുക. നല്ലപോലെ കത്തിയും കൊണ്ട് വടിക്കുമ്പോൾ അതെല്ലാം പോവും. ഉണ്ടോ? എന്നിട്ട് നമുക്കത് നല്ലപോലെ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് പച്ച കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല എല്ലാം കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് ആ അരച്ചത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഒരു ദോശക്കല്ല് മതി കേട്ടോ. വേറെ വലിയ ചീൻചട്ടിയൊക്കെ വെച്ച് എണ്ണ കുറേ ആകും. ഇതൊന്നും വേണ്ട. നമുക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് 2 തണ്ട് കരിയാപ്പില ഇട്ട് 1 സ്പൂൺ എണ്ണ വെച്ചാൽ മതി. ചെറിയ സ്പൂണിന് 1 സ്പൂൺ എണ്ണ മതി. എന്നിട്ട് നമുക്കത് കത്തിച്ച് കൊടുക്കാം. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആ കുരുമുളക് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, അതിൻ്റെ ഉള്ളു വരെ വെളുക്കും ആ പുളിയിട്ട് കഴിയുകൊണ്ട്. വാളംപുളി നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ആ ഉളുമ്പും, മീനിൻ്റെ ഒരു ഉളുമ്പല്ലേ, നമ്മൾ വറക്കുമ്പം തൊട്ട് അതിൻ്റെ ഉളുമ്പ് മണക്കും. ഇതിങ്ങനെ എടുത്താൽ ഒരു ഉളുമ്പും ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് പോരാത്ത ഇച്ചിരി കൂടെ അങ്ങനെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കാം, തങ്ങാൻ പിടിച്ച് പോകരുത്. നമ്മളെണ്ണ കുറച്ചല്ലേ വെച്ചുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആവി കൊണ്ടും വേവും ചൂടും കൊണ്ടും വേവും. ആവി പുറത്തോട്ട് പോകില്ല, അത് അതിൽ കിടന്ന് നല്ലപോലെ വെന്ത് കഴിയുമ്പം പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഒന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിടുക. മരം നല്ലപോലെ അതിനകത്ത് കിടന്ന് വെന്ത് മൊരിഞ്ഞ് കിട്ടും. ഈ വലിയ തീയിട്ടാൽ കങ്ങാൻ പിടിച്ച് പോകത്തേയുള്ളൂ, പുക കയറും. നമ്മൾ വളർത്തുന്ന മീനായാലും അതിന് ഭയങ്കര ഉടുമ്പാണ്. അത് ഇതുപോലെ നമുക്ക് വെട്ടി ചകളയും വാലും ചിറവും എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പുളിവെള്ളം ചെതുമ്പലൂന്ന് കളഞ്ഞിട്ട് ആ പുളി ഇട്ടൊന്ന് വെള്ളത്തിൽ ഇട്ടാലും മതി, പുളി പിഴിഞ്ഞ് ആ വെള്ളത്തിലിട്ടാലും മതി. എന്നിട്ടൊരു കത്തി കൊണ്ട് വടിച്ച് നോക്കുക, അതെല്ലാം ഇളകി പോകും.
ഇത് കുരുമുളകും പച്ചക്കുരുമുളക് ഞാൻ എടുത്ത് പച്ചക്കുരുമുളക് കണ്ടോ, ഇഞ്ചി, കരിയാപ്പലയും എല്ലാം കൂടെ, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചെടുക്കാം. എന്നിട്ട് അത് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഒരു ലേശം മഞ്ഞൾ, ഉണ്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. കണ്ടോ, മൊരിഞ്ഞും കിട്ടിയില്ലേ. മൂടി വെച്ച് കൊടുത്താൽ വേവുകയും ചെയ്യും, മൊരിയുകയും ചെയ്യും. ആ കരിയാപ്പല എങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്, ആ കരിയാപ്പലയുടെ ഒരു രുചി വരും, കരിയത്തുമില്ല. ഞാൻ മുളക് പൊടി ചേർത്തില്ല, അതിന് പകരമാണ് കുരുമുളക് ചേർത്തത്. മുളക് പൊടി ചേർത്താൽ നല്ലോണം ചുമന്നിരിക്കും. പക്ഷേ നമുക്ക് ആ ചുമപ്പിനേക്കാളും നല്ലത് ഇതാണ് കുരുമുളക്. ഏത് അസുഖക്കാർക്കും കൂട്ടാനാണ് കുരുമുളക്. വേണ്ടിയവർക്ക് മുളക് പൊടി ചേർക്കാൻ കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ടാവുന്നതാണ് കുരുമുളക്. പക്ഷെ നമുക്കതിനൊരു വിലയില്ല. വിദേശ രാജ്യങ്ങൾ അധികം ആൾക്കാർ കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. കുരുമുളകിന് ഒരു വിഷവും അടിക്കണ്ട. മറ്റു മുളകിനൊക്കെ പുഴുകുത്ത് ഒക്കെ ആകുമ്പോൾ നമ്മൾ മരുന്നുകളൊക്കെ അടിക്കും, പുഴുവൊക്കെ കയറുമ്പോഴൊക്കെ. ഇതിന് പുഴുവൊന്നും കയറില്ല കുരുമുളകിന്. കണ്ടോ, വീട്ടിൽ നല്ല ഇതായിട്ട് നിൽക്കുന്നു. ഇത് പറിച്ചില്ല, പഴുത്തില്ല ശരിക്കും. പഴുത്ത് കഴിയുമ്പോൾ ഞങ്ങളത് പറിച്ച് ഉണക്കിയെടുക്കും. അപ്പം ഞാൻ പച്ചക്കെടുത്തതാണ്. പഴുത്ത് വരുന്നേ ഉള്ളൂ, കണ്ടോ. അതുപോലെ പഴുത്ത് കിട്ടും നല്ലപോലെ. പക്ഷെ ഒക്കെ കിളി നിന്ന് പോവുക. എന്നാലും അതുപോലെ പഴുത്തെല്ലാം പഴുത്ത് കഴിയുമ്പം പറിച്ച് ഉണക്കും. ഇതാ പഴുത്ത കുരുമുളക്, പച്ച കുരുമുളകല്ല, പഴുത്ത കുരുമുളക്. കണ്ടോ. ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. കരിമീൻ വറുത്തത്. എൻ്റെ ചാനൽ മറന്നു പോണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നിങ്ങളൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അരപ്പ് വരാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ കുരുമുളക് അരച്ചേരിപ്പുണ്ടാകും, അങ്ങനെ ചേർത്ത് കൊടുക്കുക.
പഴുത്ത കുരുമുളക് അരച്ച മീൻ വറുത്തത്. എപ്പോഴും പച്ചയല്ലേ അരച്ച് വെക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ പഴുത്ത കുരുമുളക് വറുത്തുനിന്ന് അരച്ചതാണ്. ഉണ്ടോ പഴുത്ത കുരുമുളക്? പഴുത്ത കുരുമുളക് അരച്ച് വറുത്ത മീൻ, കരിമീൻ പൊള്ളിച്ചത്. പഴുത്ത കുരുമുളക് അരച്ച് കരിമീൻ പൊള്ളിച്ചത്. പഴുത്ത കുരുമുളക് അരച്ച് പൊള്ളിച്ച മീൻ, കരിമീൻ. പഴുത്ത കുരുമുളക് അരച്ച് പൊള്ളിച്ച കരിമീൻ, വാളംപുളി കൊണ്ട് ഉളുമ്പ് കളഞ്ഞ കരിമീൻ. വാളംപുളിയോ ചെറുനാരങ്ങയോ വിനാഗിരിയോ ഒക്കെ ചേർത്താലും ഉളുമ്പ് പോകും കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടു.